This news is brought to you by ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. മലയോര ഹൈവേ ജനകീയ വികസന സമിതി കാറ്റാങ്കവല അപകട വളവിൽ റോഡ് നിർമ്മാണത്തിൽ അപാകതയില്ല എന്ന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. അത് വിടർത്തി പിടിക്കണം, ലൂസാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP പുരുഷോത്തമനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റോഡിന്റെ നിർമ്മാണത്തിന് ശേഷം ടൂ വീലർ അടക്കം ഏകദേശം 50ഓളം അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ 8ഓളം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രതിഷേധ യോഗത്തിൽ മലയോര ഹൈവേ ജനകീയ വികസന സമിതി ജോയിന്റ് കൺവീനർ സുരേഷ് പുലിക്കോടൻ, ജെന്നി തയ്യിൽ, ഷിൻഡോ ഇളംതുരുത്തിയിൽ, ബിനോയി വള്ളോപ്പള്ളിയിൽ, ജെയ്സൺ മറ്റപ്പള്ളി, ജോജി പുല്ലാഞ്ചേരി, അന്നമ്മ മാത്യു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, അതായത് ഈ റോഡ് വികസിച്ചതിന് ശേഷം 11-12ഓളം അപകടങ്ങൾ ഈ ഭാഗത്ത് നടക്കുകയുണ്ടായി. ഇതിന് അപ്പുറമുള്ള ഇറക്കത്തിലും ധാരാളം അപകടങ്ങൾ നടന്നു. പക്ഷേ ഇവിടെയാണ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത്. 8-9 മരണമാണ് ഈ വളവിൽ നടന്നത്. ഒരു മരണ വളവായിട്ടാണ് ഇവിടെ ജനങ്ങളിപ്പോൾ ഈ വളവിനെ കാണുന്നത്. ഈ 3 വർഷമായിട്ട് ഞങ്ങൾ മലയോര മേഖല ജനകീയ വികസന സമിതിയുടെ ഭാഗമായിട്ട് ഈ റോഡിൻ്റെ മുകളിൽ കാറ്റാങ്കവലയും മരുതം തട്ടിലൊക്കെയുള്ള വനം മേഖലയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന അടക്കമുള്ള പ്രവർത്തികൾ ഈ വികസന സമിതിയാണ് കിഫി അടക്കമുള്ള ആളുകളെ അതിൽ വേണ്ടുന്ന കോർഡിനേഷൻ കൊടുത്തിട്ട് അത് നിർബന്ധപൂർവ്വം അവരെ കൊണ്ട് അത് ചെയ്യിച്ചത്. സംഭവം 10-30 കിലോമീറ്റർ 126ഓളം കോടി രൂപ ചെലവാക്കി ഈ മലയോര മേഖല ജനങ്ങളുടെ നികുതി പണമെടുത്ത് വലിയ ഒരു റോഡായി പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ കാത്തുന്ന റോഡായി വരുമെന്നുള്ള പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് ജനങ്ങൾക്ക് ഭീതി പരത്തുന്ന ഒരു റോഡായി മാറിയത്. അതിന് പ്രധാന കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, അതായത് ഈ റോഡിൻ്റെ എഞ്ചിനീയറിങ്ങിലുള്ള പിഴവാണ്. ഈ പിഴവ് മലയോര വികസന സമിതി നിരവധി തവണ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിൻ്റെ റോഡിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അപാകതകൾ അവർ സമ്മതിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്വകാര്യ എഞ്ചിനീയർമാരെ കൊണ്ടുവന്നിട്ട് ഈ റോഡിൻ്റെ സൂപ്പർ എലിവേഷൻ അടക്കമുള്ള കാര്യങ്ങളെ വിശദമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. അതിൻ്റെ ഡയമെൻഷനിലും അതിൻ്റെ മെഷർമെൻറ്റിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് രേഖാമൂലം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പോലും തിരുവനന്തപുരത്ത് നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് അവരത് തെറ്റാണ്, ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നും ഈ റോഡിന് ഒരു കുഴപ്പവുമില്ല എന്നും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ റിപ്പോർട്ട് തെറ്റാണെന്നും ഒരു അടിസ്ഥാനമില്ലാത്ത റിപ്പോർട്ടാണെന്നും പലതവണ ഞങ്ങൾ പത്രക്കാരെയും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെ അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടും ഇതുവരെയും ഈ റോഡിൽ ഒരു നടപടിയെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഊരാളുങ്കൽ കോൺട്രാക്ടർ എടുത്ത് പണി പൂർത്തിയാക്കിയിട്ട് സർക്കാരിന് കൈമാറാൻ നിൽക്കുന്ന ഈ റോഡിൽ ഇനി വീണ്ടും ഒരു തുക മുടക്കാൻ, അതിന് വീണ്ടും ഒരു കോൺട്രാക്ടർ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വീണ്ടും ഒരു തുക പാസ്സാക്കി എടുത്തിട്ട് മുടക്കിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ KRFയോ അതുപോലെ ഊരാളുങ്കലോ ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഊരാളുങ്കലോ ഇത് ചെയ്യാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്ന് ചെയ്യുമോ അന്ന് വരെ ഇവിടെ മരണവും അപകടവും സ്ഥിരമായ കാഴ്ചയായി മാറും. ജനങ്ങൾക്ക് ഭീതി വിരുത്തുന്ന ഒരു അപകടക്കെണിയായിട്ട് ഈ വളവ് മാറും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വളവിലുള്ള അപാകതകൾ പരിഹരിക്കാൻ നിർബന്ധപൂർവ്വം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒപ്പം ഈ റിപ്പോർട്ട് പരിഹരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഈ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ റിപ്പോർട്ട് ഇവിടെ പരസ്യമായി കത്തുകയാണ്. ഞങ്ങൾക്ക് ഈ റിപ്പോർട്ടിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട്. KRFയുടെ എഞ്ചിനീയർ പുരുഷോത്തമൻ സാർ കൊടുത്ത റിപ്പോർട്ടാണ്. ഞങ്ങൾ ഈ റിപ്പോർട്ടിനെ ഇവിടെ കത്തിക്കുന്നു. KRFയുടെ ഈ റോഡിനുള്ള സമീപനത്തിൽ, സർക്കാരിന്റെ ഈ റോഡിനുള്ള സമീപനത്തിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഈ റിപ്പോർട്ട് ഇവിടെ പരസ്യമായി കത്തിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങൾ ഈ റോഡ് വികസന സമിതിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ആ ഷാപ്പ് മുതൽ ഈ വളവ് വരെയുള്ള സ്ഥലങ്ങളിൽ സർക്കാർ സൈൻ ബോർഡ് വെക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കളക്ടർ വന്നിട്ട് സൈൻ ബോർഡെല്ലാം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് പോയതാണെങ്കിലും ഇതുവരെ ഒന്നും അതിന്റെ നീക്കങ്ങളൊന്നും കാണുന്നില്ല. കുറച്ച് ഫൈബർ ബോക്സുകൾ മാത്രമാണ് വെച്ചത്. ഈ ഫൈബർ ബോക്സിന് ഒരു വാഹനം വന്ന് തട്ടിയാൽ തടയാൻ കഴിയുമെന്ന് പൊതുജനം കരുതുന്നില്ല. കാരണം ഇത് സാധാരണ റോഡിന്റെ സെന്ററിൽ വെക്കുന്ന ബാരിക്കേഡുകളാണ്. അതുപോലെയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫൈബർ സാധനം വെച്ചാലൊന്നും ഇവിടുത്തെ അപകട വളവ് മാറില്ല. ഇതിനു മുമ്പ് നടന്ന ആക്സിഡന്റിൽ കട്ടായി പോയ ഇതിന്റെ മെറ്റൽ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അതിപ്പോഴും അതുപോലെ കിടക്കുകയാണ്. 1.5 വർഷമായിട്ട് വീണ്ടും അതേപോലെ കിടക്കുകയാണ്. ഇപ്പോൾ ഈ ആക്സിഡന്റ് നടന്ന ശേഷവും അത് ശരിയാക്കാനുള്ള ഒരു നടപടിയും കളക്ടറോ അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരോ എടുത്തിട്ടില്ല. അപ്പോൾ അത്തരം അനാസ്ഥകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ജനകീയ കൂട്ടായ്മയോടുകൂടി ഞങ്ങൾ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കും. ഈ റോഡിന്റെ പ്രശ്നം പരിഹരിക്കുന്നവരെ അതിശക്തമായി ഞങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പരസ്യമായി കത്തിക്ക് പ്രതിഷേധിക്കുകയാണ്.
നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും പോകുന്ന ഈ റോഡിൽ ആ വനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് മാറ്റി ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.